ഒരൊറ്റ കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന പരിശീലനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഒരൊറ്റ കാര്യത്തിന്റെ 20-ാം അധ്യായം ചർച്ച ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ഏജന്റുമാരുടെ പങ്ക് എന്ത് എന്നതിനെ കുറിച്ചാണ്. പ്രിസൈഡിംഗ് ഓഫീസർമാർ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഫോറങ്ങളിലാണ് പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങേണ്ടത് എന്നും ഈ വീഡിയോ ചർച്ച ചെയ്യുന്നു. സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റോ ആണ് പോളിംഗ് സ്റ്റേഷനകത്തെ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരുടെയും വോട്ടർമാരുടെയും പ്രവൃത്തികൾ നിരീക്ഷിക്കുന്നതിനായി തങ്ങൾക്ക് വേണ്ടി നിരീക്ഷിക്കുന്നതിനായി പോളിംഗ് ഏജന്റുമാരെ നിയമിക്കുന്നത്. ഫോറം 10-ലുള്ള അപേക്ഷയിലാണ് പോളിംഗ് ഏജന്റുമാരെ നിയമിക്കേണ്ടത്. ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു പോളിംഗ് ബൂത്തിൽ ഒരു പോളിംഗ് ഏജന്റിനെയും 2 റിലീവിംഗ് ഏജന്റുമാരെയും നിയമിക്കാവുന്നതാണ്. എന്നാൽ ഒരു സമയത്ത് ഒരു പോളിംഗ് ഏജന്റിന് മാത്രമേ പോളിംഗ് ബൂത്തിൽ പ്രവേശനമുള്ളൂ. ഒരു സ്ഥാനാർത്ഥിക്കോ ചീഫ് ഇലക്ഷൻ ഏജന്റിനോ ഒരു പോളിംഗ് ഏജന്റിനെ മാറ്റി നിയമിക്കുവാൻ വകുപ്പുണ്ട്. അതനുസരിച്ച് ഫോം 11-ൽ റിവോക്കേഷൻ ഓഫ് പോളിംഗ് ഏജന്റ്സ് എന്ന ഫോറത്തിലാണ് അപേക്ഷ നൽകേണ്ടത്. പോളിംഗ് ദിനത്തിൽ 8 സന്ദർഭങ്ങളിലാണ് പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് പ്രിസൈഡിംഗ് ഓഫീസറോ പോളിംഗ് ഒഫീഷ്യൽസോ വാങ്ങി സൂക്ഷിക്കേണ്ടത്. ആദ്യത്തേത് പോളിംഗ് ഏജന്റുമാരുടെ മൂവ്മെന്റ് ഷീറ്റിലാണ്. തലേന്നോ പോൾ തുടങ്ങുന്നതിന് മുമ്പോ പോളിംഗ് ഏജന്റുമാരെ നിയമിച്ചുകൊണ്ടുള്ള ഫോം 10 അപേക്ഷയിൽ പോളിംഗ് ഏജന്റ് ഒപ്പുവെക്കുകയും പ്രിസൈഡിംഗ് ഓഫീസർ അതിനു കീഴെ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ടാകും. അതിനോടൊപ്പം പോളിംഗ് ഏജന്റുമാരുടെ മൂവ്മെന്റ് ഷീറ്റ് അതാത് സമയങ്ങളിൽ പൂരിപ്പിച്ച് ഒപ്പ് വാങ്ങിക്കേണ്ടതുണ്ട്. പോളിംഗ് ഏജന്റുമാരുടെ മൂവ്മെന്റ് ഷീറ്റിൽ ആകെ 10 കോളങ്ങളാണുള്ളത്. ആദ്യം ക്രമനമ്പറും, രണ്ടാമത്തേതിൽ പാർലമെന്ററി നിയോജക മണ്ഡലത്തിന്റെ പേരും, മൂന്നാമത്തേതിൽ അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ പേരും നമ്പറും, നാലാമത്തേതിൽ സ്ഥാനാർത്ഥിയുടെ പേര്, അഞ്ചാമത്തേതിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പേര്, ആറാമത്തേതിൽ പോളിംഗ് ഏജന്റിന്റെ പേര് എന്നിവ രേഖപ്പെടുത്തി പോളിംഗ് ഏജന്റ് എത്തുന്ന സമയം ആദ്യം രേഖപ്പെടുത്തി അടുത്ത കോളത്തിൽ ഒപ്പുവെക്കണം. 9-ാമത്തെ കോളത്തിൽ പോളിംഗ് ഏജന്റ് പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തു പോകുന്ന സമയം രേഖപ്പെടുത്തി 10-ാമത്തെ കോളത്തിൽ ഒപ്പുവെക്കേണ്ടതാണ്. ഇങ്ങനെ ഓരോ ഏജന്റും റിലീവിംഗ് ഏജന്റും വരുമ്പോഴും പോകുമ്പോഴും ഇത് പൂരിപ്പിച്ച് അവരുടെ ഒപ്പ് രേഖപ്പെടുത്തി വാങ്ങേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടിൽ ഉള്ള 5 ഭാഗങ്ങളിലും പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങിവെക്കണം. മോക്ക് പോൾ കഴിഞ്ഞും പവർ പാക്ക് റീപ്ലേസ് ചെയ്യുമ്പോഴും പോൾ കഴിഞ്ഞ് ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും EVM-ഓ VVPAT-ഓ മോക്ക് പോൾ സമയത്ത് റീപ്ലേസ് ചെയ്യുമ്പോഴോ EVM-ഓ VVPAT-ഓ പോൾ സമയത്ത് റീപ്ലേസ് ചെയ്യുമ്പോഴുമാണ് ഈ 5 ഭാഗങ്ങളും പൂരിപ്പിക്കേണ്ടി വരുന്നത്. ഈ ഭാഗങ്ങൾ പൂരിപ്പിക്കുന്ന അവസരത്തിൽ അവയിലെല്ലാം തന്നെ പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തി സൂക്ഷിക്കണം. പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടിലെ 5 ഭാഗങ്ങളിൽ ഒന്നായ മോക്ക് പോൾ സർട്ടിഫിക്കറ്റിന്റെ പോളിംഗ് ഏജന്റുമാർ ഒപ്പുവെക്കേണ്ട ഭാഗമാണ് കാണുന്നത്. ഇതിൽ പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് മോക്ക് പോൾ സമയത്ത് ഉണ്ടായിരുന്ന പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. ഇതേപോലെ തന്നെയാണ് 5 ഫോറത്തിലും പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പ് വാങ്ങി സൂക്ഷിക്കേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ പ്രഖ്യാപനങ്ങൾ അഥവാ ഡിക്ലറേഷൻ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസറിന്റെ 4 ഭാഗങ്ങളിലും പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തി വാങ്ങാൻ മറക്കരുത്. പോൾ ആരംഭിക്കുന്നതിന് മുമ്പ്, മറ്റൊരു EVM ഉപയോഗിക്കുമ്പോൾ, പോൾ അവസാനിപ്പിക്കുമ്പോൾ, EVM സീൽ ചെയ്യുമ്പോൾ ഈ അവസരങ്ങളിലൊക്കെയാണ് പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടതും അവയിൽ ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതും. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡിക്ലറേഷനിൽ ആദ്യ ഭാഗമായ പോൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള
ഡിക്ലറേഷനിൽ പോളിംഗ് ഏജന്റുമാർ ഒപ്പിടുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഏജന്റിന്റെ ഒപ്പും അവർ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ പേരും രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. ഏതെങ്കിലും ഏജന്റ് ആ സമയത്ത് സന്നിഹിതനായ ഏതെങ്കിലും ഏജന്റ് ഒപ്പ് രേഖപ്പെടുത്തുവാൻ വിസമ്മതിച്ചാൽ ആ ഏജന്റിന്റെ പേരും അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ പേരും രേഖപ്പെടുത്തി അതിനു കീഴെ തീയതി രേഖപ്പെടുത്തി ഒപ്പുവെക്കാൻ പ്രിസൈഡിംഗ് ഓഫീസർ മറക്കരുത്. ഈ ഡിക്ലറേഷൻ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന്റെ 4 ഭാഗങ്ങളിലും ഇതേ രീതിയിലാണ് ഓരോ ഭാഗത്തും ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങിക്കേണ്ടത്. പോളിംഗുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫോമുകളിൽ ഒന്നായ ഫോം 17C അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡിലാണ് പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തേണ്ട മറ്റൊന്ന്. പോളിംഗ് അവസാനിക്കുന്ന 17C ഫോറം പൂരിപ്പിച്ച് അതിൽ എല്ലാ പോളിംഗ് ഏജന്റുമാരുടെയും ഒപ്പ് വാങ്ങിക്കേണ്ടതുണ്ട്. ഒപ്പ് വാങ്ങിച്ചതിന് ശേഷം ഈ 17Cയുടെ ഒരു പകർപ്പ് പോളിംഗ് ഏജന്റുമാർക്ക് നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 17C രജിസ്റ്ററിലെ പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തുന്ന ഭാഗമാണ് മോണിറ്ററിൽ കാണുന്നത്. പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസറും താഴെ ഒപ്പുവെക്കേണ്ടതാണ്. പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് രണ്ടാം പോളിംഗ് ഓഫീസർ കൈകാര്യം ചെയ്യുന്ന വോട്ടർ രജിസ്റ്ററിൽ ഫോം 17A രജിസ്റ്ററിൽ രണ്ടാം പോളിംഗ് ഓഫീസർ അബ്സ്ട്രാക്ട് രേഖപ്പെടുത്തി അതിനു കീഴെയായി രണ്ടാം പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും ഒപ്പുവെച്ചതിനു ശേഷം എല്ലാ പോളിംഗ് ഏജന്റുമാരുടെയും ഒപ്പ് വാങ്ങി സൂക്ഷിക്കേണ്ടതുണ്ട്. ഫോം 17A രജിസ്റ്ററിൽ അവസാന വോട്ടറുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അവസാന സീരിയൽ നമ്പർ എത്രയാണെന്ന് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് പ്രിസൈഡിംഗ് ഓഫീസറും രണ്ടാം പോളിംഗ് ഓഫീസറും ഒപ്പുവെച്ച് ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തി വാങ്ങേണ്ടത്. മോക്ക് പോൾ കഴിയുന്ന സമയത്ത് മെഷീൻ സീൽ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഗ്രീൻ പേപ്പർ സീലിലും സ്പെഷ്യൽ ടാഗിലും അതുപോലെ തന്നെ പിങ്ക് പേപ്പർ സീലിലും ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങേണ്ടതുണ്ട്. ഗ്രീൻ പേപ്പർ റിസൾട്ട് സെക്ഷന്റെ ഇന്നർ പോർഷനിൽ വെക്കുന്നതിന് മുമ്പ് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പിന് കീഴ് താഴെയായി ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തി വേണം സീൽ ചെയ്യാൻ. അതുപോലെ തന്നെ സ്പെഷ്യൽ ടാഗിലും പുറകുവശത്തായി ഏജന്റുമാർ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. മോക്ക് പോൾ സ്ലിപ്പുകൾ വിവിപാറ്റിൽ നിന്ന് നീക്കം ചെയ്ത് അവ ഒരു കറുത്ത കവറിലാക്കി കഴിഞ്ഞാൽ അത് ഒട്ടിച്ച് അതിൽ പിങ്ക് പേപ്പർ സീൽ കൊണ്ട് സീൽ ചെയ്യേണ്ടതുണ്ട്. ഈ പിങ്ക് പേപ്പർ സീലിലും ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങിക്കാൻ മറക്കരുത്. പോളിംഗ് അവസാനിക്കുമ്പോൾ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ പേപ്പർ സീലുകളെ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് ഫോറത്തിലും പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വേണ്ടതുണ്ട്. M17 എന്ന ഫോറമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഫോം M17 റെക്കോർഡ് ഓഫ് പേപ്പർ സീൽസ് യൂസ് എന്ന ഫോറത്തിന്റെ മോണിറ്ററിൽ കാണുന്ന ഭാഗത്താണ് പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങി സൂക്ഷിക്കേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഏജന്റിന്റെ ഒപ്പ് രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ട മറ്റൊന്ന് ചലഞ്ച് ഫീക്ക് നൽകുന്ന രസീത് ബുക്കിലും അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ചലഞ്ച് വോട്ട്സ് എന്ന ഫോറത്തിലുമാണ്. ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ, സ്വീകരിച്ചു കഴിഞ്ഞാൽ പോളിംഗ് ഏജന്റിന് അടച്ച ചലഞ്ച് ഫീ തിരികെ നൽകേണ്ടതുണ്ട്. അങ്ങനെ തിരികെ നൽകുന്ന അവസരത്തിൽ റെസീറ്റ് ബുക്കിന്റെ രണ്ടാം ഭാഗത്ത് ഏജന്റിന്റെ ഒപ്പ് രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ലിസ്റ്റ് ഓഫ് ചലഞ്ച് വോട്ട്സ് എന്ന ഫോം 14 ഫോറത്തിൽ എൻട്രികൾ രേഖപ്പെടുത്തി
അവിടെയും ചലഞ്ച് ഫീ തിരികെ ലഭിച്ചു എന്നുള്ളതിനുള്ള ഒപ്പ് പോളിംഗ് ഏജന്റിൽ നിന്ന് രേഖപ്പെടുത്തി സൂക്ഷിക്കണം. ചലഞ്ച് ഫീയുടെ റിസീപ്റ്റിന്റെ മോണിറ്ററിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്താണ് ഏജന്റിന്റെ ഒപ്പ് രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടത്. ലിസ്റ്റ് ഓഫ് ചലഞ്ച് വോട്ട്സിന്റെ ആവശ്യമായ രേഖപ്പെടുത്തലുകൾക്ക് ശേഷം 10ാമത്തെ കോളത്തിലാണ് ഏജന്റിന്റെ ഒപ്പ് വാങ്ങിച്ച് സൂക്ഷിക്കേണ്ടത്. തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ഏജന്റുമാരുടെ പങ്ക് എന്താണെന്നും എങ്ങനെയാണ് അവരെ നിയമിക്കുന്നതെന്നും അവരുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്നും അവർ ഏതെല്ലാം രേഖകളിലാണ് ഒപ്പ് രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർക്ക് നൽകേണ്ടതെന്നും അവ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഒരു കാര്യം ഒരൊറ്റ കാര്യത്തിന്റെ 20ാം അധ്യായം ചർച്ച ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്കായി ഡിസൈൻ ചെയ്തതും ക്രോഡീകരിച്ചതും മധു പി, സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ ആൻഡ് സ്പെഷ്യൽ തഹസിൽദാർ, LA KBIC പാലക്കാട്. മൊബൈൽ 94 470 42 602 94470 42602. ഈ വീഡിയോ വീക്ഷിച്ച് ശ്രവിച്ച എല്ലാവർക്കും പാലക്കാട് ജില്ലാ തിരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു.